നിങ്ങൾ എന്നെ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. മാറിക്കാൻ ഞാൻ പോട്ടെ. എനിക്ക് വിട് വിട് എന്നെ വിട്, ഞാൻ പോട്ടെ. എന്നെ പേടിക്കല്ലേ, ഞാൻ പോട്ടെ. എനിക്ക് എന്നെ വീട്ടിൽ പോകണം. എനിക്ക് എന്നെ വീട്ടിൽ പോകണം. എന്റെ കയ്യെന്ന് വിട്. എടാ നിങ്ങൾ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഞാൻ പോവാ. എടാ നീ തെറ്റിദ്ധരിച്ചതാ കവിൻ. നിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. നിന്നെ എൻകറേജ് ചെയ്യാനാ ഇങ്ങനെ പറഞ്ഞത്. നില എങ്ങനെയാണോ ഫുൾ മാർക്ക് വാങ്ങിക്കുന്നത് അതുപോലെ നീയും ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഹെർട്ട് ചെയ്തു. അയ്യോ, ഇത് നോക്ക്, ഇതിൽ ഹേർട്ട് ആവാൻ എന്താ ഉള്ളത്? നീ നന്നായിട്ട് പഠിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. നില പഠിത്തത്തിൽ സൂപ്പറാണെങ്കിൽ ഞാൻ ഡ്രോയിങ്ങിൽ സൂപ്പറാ. എന്നെ പോലെ ആൾക്ക് ഡ്രോയിങ് വരക്കാൻ പറ്റോ? ആരോ എഴുതി വെച്ചേക്കുന്ന പഠിച്ചിട്ട് അതേപോലെ എഴുതുന്നാണോ ടാലന്റ്? എന്റെ സ്വന്തം ക്രിയേറ്റിവിറ്റിയില് ഞാൻ തന്നെ ഡ്രോയിങ് വരക്കുന്ന ടാലന്റ് അല്ലേ? ശരി ശരി, ഞാൻ സമ്മതിച്ചു, നീയും ടാലന്റഡാ. ഞാൻ നിനക്ക് ടാലന്റ് ഇല്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല. കുട്ടിക്കളിയും കുറുമ്പ് ഒത്തിരി കൂടുതലാണെന്നേ പറഞ്ഞുള്ളൂ. അതെല്ലാം കുറച്ചാല് നിനക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നാ ഞാൻ പറഞ്ഞ. ഇത് 100% എൻകറേജ്മെന്റാ. നീ ആ തെറ്റിദ്ധരിച്ചത്. വെറുതെ പറഞ്ഞത് മാറ്റി പറയണ്ട. നിങ്ങൾ നിങ്ങളുടെ മോൾക്കാ സപ്പോർട്ട്, എന്നെ സപ്പോർട്ടേ ചെയ്യുന്നില്ല. അച്ചോ, എന്നാരാ പറഞ്ഞത്? ഞാൻ നിന്നെയും കൂടിയാ സപ്പോർട്ട് ചെയ്തത്. നീ എന്റെ മോനെ പോലെ തന്നെയല്ലേ? അതെന്താ മോനെ പോലെ? മോൻ തന്നെയല്ലേ ഇത്? ശരി, അത് വിട്. സോറി, നിന്നെ അറിയാതെ ഡിസ്കറേജ് ചെയ്യുന്ന പോലെ ഞാൻ സംസാരിച്ചു. ഇനി അങ്ങനെ സംസാരിക്കില്ല. ഓക്കെ, വാ അകത്തേക്ക് പോ. വേണ്ട വേണ്ട, എനിക്ക് പോണം. ഇവിടെ നോക്ക്, ഒറ്റയ്ക്കൊന്നും നിന്നെ അയക്കാൻ പറ്റില്ല. നീ ആദ്യം അകത്തേക്ക് വാ. വൈകുന്നേരം വരെ നീ ഞങ്ങളുടെ കൂടെ തന്നെ ഇരിക്കും. വേണ്ട, എനിക്ക് ഇപ്പൊ വീട്ടിൽ പോണം. നീ ആദ്യം അകത്തേക്ക് വാ. ഞാൻ പറയുന്നത് കേൾക്ക്. അമ്മ, ഇതൊക്കെ എടുത്ത് അകത്തേക്ക് വെക്ക്. നമുക്ക് പിന്നെ എടുക്കാം. എന്തിനാടാ കവിൻ ഇങ്ങനെ ചെയ്യുന്നേ? ഞങ്ങളൊക്കെ സ്നേഹത്തോടെയല്ലേ പെരുമാറുന്നത്. പിന്നെ എന്തിനാ വീട്ടിൽ പോണെന്ന് വാശി പിടിക്കുന്നേ? കുറച്ചു നേരെങ്കിലും ഇവിടെ ഇരിക്കുന്നേ. എന്റെ മുന്നേ വെച്ച് നിലയെ ഹൈലൈറ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആയെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കുക. ഞാൻ എപ്പോഴാടാ കളിയാക്കിയത്? ഇങ്ങനെ ഞാൻ ചെയ്യാത്ത കാര്യമൊന്നും പറയല്ലേടാ, അത് ശരിയല്ല. വിജി, പറയുമ്പേ എന്താ? അവൻ ദേഷ്യം കാണിച്ചാലൊന്നും വെറുതെ വിടരുത്. നിലയ്ക്ക് എങ്ങനെയാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവനും പഠിപ്പിച്ചു കൊടുത്ത് ക്ലാസ്സിൽ ഫസ്റ്റ് ആവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്ക. അപ്പൊ എല്ലാം ശരിയായിക്കോളും. എന്ത് ക്ലാസ് ഫസ്റ്റോ? എന്നെ കൊണ്ട് പറ്റുമെന്നോ? എന്താ പറ്റാതെ? നിനക്ക് എല്ലാ ടാലന്റും ഉണ്ട്. മാർക്ക് വാങ്ങാനൊക്കെ പറ്റും. നിനക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാനാണ് മുത്തശ്ശി പറഞ്ഞത്. അങ്ങനെ എന്താ ടിപ്സ്? എനിക്കറിയാത്ത ടിപ്സോ? ഒരു മിനിറ്റ് ഇരിക്കെ, ഞാൻ വരാം. എന്തിനാ ഇപ്പൊ ബുക്കൊക്കെ എടുത്തോണ്ട് വരുന്നേ? അല്ലെങ്കിൽ തന്നെ എനിക്ക് ബോറടിക്കുക. അത് പോരാനായിട്ട് ബുക്ക് എടുത്തോണ്ട് വന്നിരിക്കുക. നിനക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ ഞാൻ കുറച്ച് ടിപ്സ് നിനക്ക് പറഞ്ഞു തരാം. അതങ്ങനെ നീ ഫോളോ ചെയ്തെന്ന് വെച്ചാ ഈസി ആയിട്ട് നിനക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. എന്താ പൈസ വാങ്ങാതെ ട്യൂഷൻ എടുക്കാൻ പോവാ? എന്താടാ അഹങ്കാരം കണ്ടില്ല? അങ്ങനെയൊന്നും അല്ലടാ, ഞാൻ സത്യമായിട്ടാ പറയുന്നത്. ഞാൻ പറയുന്ന പാറ്റേൺ നീ ഫോളോ ചെയ്ത് പഠിച്ചെന്ന് വെക്ക്. ഫസ്റ്റ് മാർക്ക് ഈസി ആയിട്ട് മേടിക്കാം. ഒരു കൊച്ചു പയ്യന് മുമ്പിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വായി തോന്നിയൊക്കെ പറയുവാണോ? കവിൻ, അമ്മ പറഞ്ഞ സത്യാടാ. അമ്മ പറഞ്ഞ പാറ്റേൺസ് നീ പഠിച്ചാ നിനക്ക് എന്തായാലും ഫസ്റ്റ് മാർക്ക് വാങ്ങാം. ഭയങ്കര ഈസി ആയിരിക്കും. അമ്മേ, അമ്മ ഒരു പ്രാവശ്യം കവിന് പറഞ്ഞു കൊടുക്ക്.
നോക്കുന്നേ? എന്താടാ അങ്ങനെ നോക്കുന്നേ? ഞാനിപ്പോ ചെയ്തത് പറഞ്ഞത് അതേപോലെ ചെയ്യും, അതേപോലെ പറയും. കവിൻ പറയുന്ന കേട്ടില്ലേ, അതുപോലെ ചെയ്യ. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു തന്നെ. ഇതൊരു പാട്ട് പാടുന്ന പോലെയാണല്ലോ ചെയ്തേ. ഒന്നുകൂടി പാടിക്കേ. ശരി, ഓക്കെ.